നമസ്തേ. ഈ വരുന്ന ഏപ്രിൽ 26 ഞായറാഴ്ച ആദിശങ്കര ജയന്തി ആഘോഷം ദില്ലിയിൽ നടക്കുകയാണ്. ജനസേവാ ന്യാസിന്റെ ഭാഗമായ ആദിശങ്കരാചാര്യ സേവാ സമിതിയാണ് ആഘോഷം സംഘടിപ്പിക്കുന്നത്. ഹോണറബിൾ ശ്രീ സദാനന്ദൻ മാസ്റ്റർ MP-യുടെ അധ്യക്ഷതയിൽ ചേരുന്ന ആഘോഷത്തിൽ സ്വാമി ഉദിത് ചൈതന്യ, ശ്രീ ജെ നന്ദകുമാർജി എന്നിവർ പ്രഭാഷണം നടത്തും. ദില്ലിയിലും പരിസര പ്രദേശത്തുമുള്ള എല്ലാ ക്ഷേത്രങ്ങളും സാംസ്കാരിക സംഘടനകളും ഈ ആഘോഷത്തിൻ്റെ വിജയത്തിനായി അക്ഷീണം പ്രയത്നിക്കുന്നു. ഈ അവസരത്തിൽ ആദിശങ്കരാചാര്യരുടെ ജീവിതത്തെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. 9-ാം നൂറ്റാണ്ടിൽ അഖണ്ഡ ഭാരതത്തെയും നമ്മുടെ സനാതന ധർമ്മത്തെയും പുനഃസ്ഥാപിച്ചത് ആദിശങ്കരാചാര്യരാണ്. ആധുനിക ഹിന്ദു ധർമ്മത്തിൻ്റെ പിതാവായി ശങ്കരാചാര്യരെ കരുതിപ്പോരുന്നു. നമ്മുടെ കേരളത്തിലെ കാലടിയിൽ ശിവഗുരുവിൻ്റെയും ആര്യാമ്പയുടെയും പുത്രനായി AD 788 ജനിച്ചു. പണ്ഡിത ശ്രേഷ്ഠരായ അച്ഛനമ്മമാരിൽ നിന്നും സകലവിധ അറിവുകളും നേടി. ശങ്കരൻ ഒരു പ്രാവശ്യം കേട്ടതിന് എന്നും ഓർമ്മയിൽ വച്ചുകൊണ്ടിരുന്ന ആ ഏകപാഠി ആയതിനാൽ 5 വർഷം പ്രായമായപ്പോൾ തന്നെ ലൗകിക സാഹിത്യങ്ങൾ മുഴുവനും പഠിച്ചു തീർത്തു. തുടർന്ന് ബാലനായ ശങ്കരൻ വേദാധ്യയനത്തിന് വേണ്ടി ഗുരുകുലത്തിലേക്ക് പോയി. 8 വർഷം പ്രായമാകുന്നതുവരെ ശങ്കരൻ ഗുരുകുലത്തിൽ പഠിച്ച് സമസ്ത വേദശാസ്ത്രങ്ങളിലും സമ്പൂർണമായ പാണ്ഡിത്യം നേടി. അങ്ങനെ ആചാര്യൻ എന്ന ബിരുദവും നേടി. അപ്പോൾ 8-ാം വയസ്സിൽ ശങ്കരൻ ശങ്കരാചാര്യരായി. ശങ്കരാചാര്യരുടെ 8-ാം വയസ്സിൽ തന്നെ അച്ഛനായ ശിവഗുരു ലോകവാസം വെടിഞ്ഞു. തുടർന്ന് അമ്മ ആര്യാമ്പയുടെ അനുമതി നേടിയിട്ട് സന്യാസിയായി വൈദിക ധർമ്മത്തെയും ഹിന്ദു ധർമ്മത്തെയും പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി പുറപ്പെട്ടു. അത് അഖണ്ഡ ഭാരതത്തിൻ്റെയും ഹിന്ദു സമാജത്തിൻ്റെയും ചരിത്രം തന്നെ തിരുത്തി എഴുതി. സന്യാസാശ്രമം വിധിപ്രകാരം സ്വീകരിക്കുവാൻ അദ്ദേഹം നർമ്മദാ തീരത്തുള്ള അമരശാന്തം എന്ന സ്ഥലത്തുള്ള ഗോവിന്ദ ഭഗവത് പാദർ എന്ന യോഗിവര്യൻ്റെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. ഗോവിന്ദ ഭഗവത് പാദർ ആദിശങ്കരന് എല്ലാ അറിവുകളും പകർന്നു കൊടുത്തു. തുടർന്ന് തൻ്റെ പരമഗുരുവായ ഗൗഡ പാദറുടെ ബദരീകാശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. 4 വർഷത്തോളം ഗൗഡപാദർക്കൊപ്പം താമസിക്കുകയും വേദാന്ത പ്രസ്ഥാന ത്രയിക്ക് ഭാഷ്യം എഴുതുകയും ചെയ്തു. ജഗത് പ്രസിദ്ധങ്ങളായ 16 ഭാഷ്യങ്ങൾ ശങ്കരാചാര്യർ രചിച്ചത് ബദരീക ആശ്രമത്തിൽ വച്ചാണ്. അങ്ങനെ ശങ്കരാചാര്യർ തൻ്റെ 16 വയസ്സിനുള്ളിൽ രചിച്ച ഈ ഭാഷ്യങ്ങൾ ഇന്നും ആധികാരികമായി തന്നെ തുടരുന്നു. ഭാഷ്യങ്ങൾ, ഉപദേശ രചനാവലികൾ, പ്രകരണ ഗ്രന്ഥങ്ങൾ, സ്തോത്രങ്ങൾ, അഷ്ടകങ്ങൾ തുടങ്ങി 200ഓളം കൃതികൾ ശങ്കരാചാര്യർ രചിച്ചിട്ടുണ്ട്. ഈ ഭാഷ്യങ്ങൾ സാധാരണ ജനസാമാന്യത്തിന് ഹിന്ദു ധർമ്മത്തിൻ്റെ സനാതന ധർമ്മത്തിൻ്റെയും അർത്ഥതലങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കാൻ സഹായിച്ചു. തുടർന്ന് ശങ്കരാചാര്യരുടെ അമ്മ അഗ്നിശർമ്മൻ എന്ന ബന്ധു വഴി കൊടുത്ത ധനം കൊണ്ട് ബദരീനാഥ ക്ഷേത്രം പണി കഴിപ്പിച്ചു. അഗ്നിശർമ്മൻ ക്ഷേത്രത്തിൻ്റെ പൂജാരിയായി തീരുകയും ചെയ്തു. അഗ്നിശർമ്മൻ്റെ വംശക്കാർ തന്നെയാണ് ഇന്നും ഇവിടുത്തെ പൂജാരിമാർ. തുടർന്ന് അമ്മ ആര്യാമ്പ രോഗബാധിതയാണെന്ന് അറിഞ്ഞ് ശങ്കരാചാര്യർ കാലടിയിലെത്തുകയും അമ്മയെ ശുശ്രൂഷിക്കുകയും ചെയ്തു. അവസാന കാലം വരെയും കൂടെ ഉണ്ടാവുകയും ചെയ്തു. ഇതിനെ തുടർന്ന് അമർകാന്തയിലേക്ക് തിരിച്ചുപോയ ശങ്കരാചാര്യർ ഗുരുവിൻ്റെ അനുവാദത്തോടു കൂടി ദേശ സഞ്ചാരത്തിനായി പുറപ്പെട്ടു. ഒരു കൈയിൽ ഭഗവത് ധ്വജവും മറ്റേ കൈയിൽ കമണ്ഡലവും ധരിച്ച് ഒരു കൂട്ടം ശിഷ്യരോടൊപ്പം രാജ്യമാസകലം ധർമ്മപ്രചാരണം നടത്തുന്നതിനായി പുറപ്പെട്ടു. ദേശം, സമാജം, ധർമ്മം എന്നിവയുടെ സേവനമാണ് സന്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ശങ്കരാചാര്യർ തൻ്റെ ജീവിതം കൊണ്ട് ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഭാരതം മുഴുവൻ പര്യടനം ചെയ്യുകയും രാഷ്ട്രത്തിൻ്റെ മുഴുവൻ സ്ഥിതിഗതികളും ശങ്കരാചാര്യർ പഠിക്കുകയും ചെയ്തു. രാജ്യത്തിൻ്റെ ഒരു മൂലയിൽ നിന്നും മറ്റൊരു മൂലയിലുള്ള ജനങ്ങളുടെ ചിന്താഗതി എന്താണെന്നും ഭാവന എന്താണെന്നും അവർ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് എല്ലാം അദ്ദേഹം മനസ്സിലാക്കി. സനാതന ധർമ്മം ജീർണിച്ചിരിക്കുകയാണെന്നും രാഷ്ട്രധർമ്മം ഉദ്ധരിക്കേണ്ടതുണ്ടെന്നും
ആ, അദ്ദേഹം മനസ്സിലാക്കി. രാഷ്ട്രീയമായ ഏകത്വത്തിനു വേണ്ടി സംസ്കാരപരമായ ഏകത്വവും അത്യാവശ്യമാണെന്ന് ശങ്കരാചാര്യർ വിശ്വസിച്ചു. ഹിന്ദു ധർമ്മത്തിനും രാഷ്ട്രധർമ്മത്തിനും അനുകൂലമല്ലാതെ പ്രവർത്തിച്ചിരുന്ന പലവിധം വ്യക്തികളെയും ശങ്കരാചാര്യർ നേരിട്ട് കണ്ട തൻ്റെ അദ്വൈതം എന്ന വാദഗതിയിലൂടെ വശത്താക്കി. എതിർപക്ഷക്കാരിലുണ്ടായിരുന്ന നല്ല അംശങ്ങൾ ഏറ്റെടുക്കാനും തയ്യാറായി. വേദവിരോധികളായ മതങ്ങളുടെ നിരർത്ഥകത ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി. ഹിന്ദുധർമ്മത്തിൻ്റെ പുനരുദ്ധാരണം കൊണ്ട് മാത്രമേ രാഷ്ട്രോന്നതി ഉണ്ടാകുകയുള്ളൂവെന്നും അത് മാത്രമാണ് തങ്ങളുടെ കർത്തവ്യമെന്നും ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി. കാശി, പ്രയാഗ, മിഥില, ശൃംഗേരി, ദ്വാരക, കാശ്മീരം, പ്രാഗ്ജ്യോതിഷ്പൂർ തുടങ്ങി രാഷ്ട്രത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് ധാരാളം ശിഷ്യരെ സമ്പാദിച്ചു. വൈദിക ധർമ്മം പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി ശൃംഗേരി, ദ്വാരക, പുരി, ബദരിനാഥ് എന്നിവിടങ്ങളിൽ മഠങ്ങൾ സ്ഥാപിച്ചു. ഭൂപടങ്ങളോ അല്ലെങ്കിൽ മാപ്പോ ഇല്ലാത്ത ഒരു കാലത്തിൻ്റെ അഖണ്ഡ ഭാരതത്തിൻ്റെ 4 ദിക്കുകളിലും മഠങ്ങൾ സ്ഥാപിച്ച് ധർമ്മത്തോടൊപ്പം രാഷ്ട്രത്തിനും വ്യക്തമായ രൂപം കൊടുത്തു. ധർമ്മത്തിൻ്റെ ആത്മാവ് സൂക്ഷിക്കണമെന്നും അതിലൂടെ മാത്രമേ വൈദിക ധർമ്മം പുനരുദ്ധരിക്കുവാൻ പറ്റുകയുള്ളൂ എന്നും ശങ്കരാചാര്യർ ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി. ആയിരക്കണക്കിന് വർഷങ്ങളായി നമ്മളെ നയിക്കുന്നത് വൈദിക ധർമ്മമാണെന്നും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കാലം മുതൽ നമ്മൾ അത് തുടർന്നു വരുന്നുവെന്നും അദ്ദേഹം ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചു. ശാക്തന്മാർ, ശൈവന്മാർ, വൈഷ്ണവന്മാർ, ആദിത്യോപാസകന്മാർ തുടങ്ങിയവരെല്ലാം ഒരേ ഒരു ശക്തിയെയാണ് ആരാധിക്കുന്നത്. ഭാരതത്തിൻ്റെ ഏകതയുടെയും ആത്മാവിൻ്റെ നിത്യസത്യത്തിൻ്റെയും സന്ദേശം ആചാര്യൻ ജനങ്ങൾക്ക് നൽകി. അഖണ്ഡ ഭാരതവും ഹിന്ദുമതവും സനാതന ധർമ്മവും പുനഃസ്ഥാപിച്ചുവെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ശങ്കരാചാര്യർ കേദാർനാഥിലെത്തുകയും 32-ാമത്തെ വയസ്സിൽ സമാധി അടയുകയും ചെയ്തു. ശങ്കരാചാര്യരുടെ ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സ്വാമി വിവേകാനന്ദനും പിന്നീട് ഏക രാഷ്ട്രമായി ഭാരതത്തെ മാറ്റാൻ സർദാർ പട്ടേലിനും കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ ഇവിടെ ഓർമ്മിക്കേണ്ടതുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാന് ശേഷം ഭാരതം കണ്ട ഏറ്റവും വലിയ മഹത് പുരുഷനാണ് ശങ്കരാചാര്യർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജയന്തി ആഘോഷത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാം. നമസ്തേ.